അങ്ങനെ മഴക്കാലം വരവായി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലേ. കുട്ടികളെല്ലാം സ്കൂളിൽ പോകാൻ റെഡിയായിട്ടിരിക്കുകയായിരിക്കും. പുതിയ ബാഗും ബുക്കും കൊടയും പുത്തൻ ഉടുപ്പൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുമായിരിക്കും അല്ലേ. ഈ വട്ടം സ്കൂൾ തുറന്നപ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് UP സ്കൂൾ പെരുവന്താനം പ്രീ പ്രൈമറി സെക്ഷനിലെ ടീച്ചറായിട്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഒരുപാട് ആഗ്രഹിച്ചും മോഹിച്ചും കിട്ടിയ നല്ലൊരു ജോലി. ഇനി സ്കൂൾ തുറക്കാൻ ആദ്യം ദിവസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്കൂളും പരിസരവും വൃത്തിയാക്കുക എന്ന ചുമതല എല്ലാ ടീച്ചേഴ്സുമാരും അങ്ങ് ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് സ്കൂളിലെത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒറ്റത്തവണ മാത്രമേ ഈ സ്കൂളിൽ വന്നിട്ടുള്ളൂ. അന്നാണെങ്കിൽ ഒന്നും മൊത്തമൊന്നും കാണാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം ഇൻ്റർവ്യൂ ആയിരുന്നു. ഇന്നാണ് ഇതെല്ലാം കാണുന്നത്. ഈ സ്കൂളിന് 127 വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇടുക്കി ജില്ലയിലെ പീരിമേട് ബ്ലോക്കിലെ പെരുവന്താനം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്കൻ മലയോര ഭംഗി ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സ്കൂളിന് ചുറ്റും ചെടികളും മരങ്ങളുമായി ആകെ ഹരിതാകരമായ ഒരു അന്തരീക്ഷം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അന്തരീക്ഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനും നല്ല വൈബായിരിക്കല്ലേ. ഈ കാണുന്നതാണ് സ്കൂളിൻ്റെ സ്റ്റാഫ് റൂം അഥവാ ഓഫീസ്. ഇവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. എന്നെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു ഇവരൊക്കെ തന്നെ. എല്ലാവരും പ്രവേശനോത്സവത്തിൻ്റെ തിരക്കിലാണ്. ബെഞ്ചുകളും ഡെസ്കുകളും അറേഞ്ച് ചെയ്തിടുകയും കുട്ടികൾക്കായിട്ടുള്ള യൂണിഫോം അടുക്കി വയ്ക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇന്നത്തെ പ്രധാന പണി. ഇതാണ് എൻ്റെ പുതിയ പ്രീ പ്രൈമറി ക്ലാസ് റൂം. വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് റൂം തുറക്കുന്നത്. അങ്ങനെ ഞാൻ ക്ലാസ് തുറന്ന് അകത്തേക്ക് കയറി. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് റൂമിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുകയാണ്. ഇതാണ് എൻ്റെ പുതിയ ക്ലാസ് റൂം. ക്ലാസ് റൂമിനകത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളുടെ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളുമെല്ലാം ഒരു സൈഡിലേക്ക് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും. ഈ ഭിത്തികളിലാണ് ഇപ്പോൾ പണി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പ്രീ പ്രൈമറി ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചു. ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എല്ലാവരും കൂടെ ഷെയർ ഇട്ട് അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം നന്നായിട്ട് കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു. എതിർ സൈഡിലുള്ള മലകൾ കാണാത്ത രീതിയിലുള്ള മഞ്ഞായിരുന്നു ഇറങ്ങിയിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പും കാറ്റും. മഴ പെയ്യുവാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലൈമറ്റാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ജില്ലയാണ് ഇടുക്കി. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. എനിക്ക് സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ട്. പക്ഷേ എൻ്റെ ഭംഗി ഈ ഫോണിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണുമ്പോഴാണ്. ഇത് UP സെഷനിലേക്ക് കയറി പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഇല്ലിമരം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതിനാൽ ഭയങ്കര മനോഹരമാണ് ഇവിടെ കാണാൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണിത്. ഇതാണ് എൻ്റെ പുതിയ ഫാമിലി. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പരിപാടികളെല്ലാം ഒതുക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം കുറേ നാളത്തെ പ്രാർത്ഥനയ്ക്കും കഷ്ടപ്പാടുകൾക്കുമൊക്കെ ശേഷം നല്ലൊരു ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.